നമസ്കാരം ബ്രദേഴ്സ്. അങ്ങനെ ഫെബ്രുവരി മാസത്തിലെ രണ്ടാമത്തെ ഒരാഴ്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യമായിട്ട് ഇന്നലെ നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത്, പോസിറ്റീവായിട്ടാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തതിന് ശേഷം ട്രേഡ് രേഖപ്പെടുത്തിയ ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം ഒരു 50 പോയിൻറ്റിൻ്റെ മുകളിൽ പോയിട്ടുണ്ട്. ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ലെവലുകൾ നമുക്ക് നോക്കാം. ഫ്രൈഡേ ക്ലോസ് വെള്ളിയാഴ്ച 3:30 നമ്മുടെ മാർക്കറ്റ് ക്ലോസായ നമ്മളുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിലുള്ള നിഫ്റ്റിയുടെ കറണ്ട് മന്തിലെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നതിൽ നിന്നും ഏകദേശം ഒരു 87 പോയിൻ്റ് ഉയർന്നാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ഗെയിൻ റിഫ്ലക്റ്റ് ചെയ്യേണ്ടതാണ്. ഇനി മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് സമയമുണ്ട്. ഇന്ന് മാർക്കറ്റിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ഈ ഒരാഴ്ച ഇന്നലെ മാർക്കറ്റ് ഔട്ട്ലുക്കിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരാഴ്ച ഒരുപാട് ഗ്ലോബൽ ഈവൻറ്റുകൾ നിറഞ്ഞ ഒരാഴ്ചയാണ്. സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ US നിന്ന് ഇന്ന് ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻ 9:30 വരും. നാളെ ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. യൂറോസോണിൽ നിന്ന് എക്കണോമിക്സ് ഫോർകാസ്റ്റ് ഇന്ന് വരും, സെൻറ്റിമെൻറ്റ്സ് നാളെ വരും, GDP നാളെ വരും, ട്രേഡ് ബാലൻസ് അടുത്ത ദിവസം വരും. ജർമ്മനിയിൽ നിന്ന് എക്കണോമിക് സെൻറ്റിമെൻറ്റ്സ് ചൊവ്വാഴ്ച വരും. UK നിന്ന് അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് ട്യൂസ്ഡേ വരും, ഇൻഫ്ലേഷൻ വെനസ്ഡേ വരും, GDP തേഴ്സ്ഡേ വരും, റീറ്റെയിൽ സെയിൽസ് ഫ്രൈഡേ വരും. ഇന്ത്യയിൽ നിന്ന് ഇൻഫ്ലേഷൻ ഇന്ന് വരും, ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ബുധനാഴ്ച വരും. അപ്പോൾ ഒരാഴ്ചയിൽ ഒരുപാട് രാജ്യങ്ങളിലെ ഇൻഫ്ലേഷൻ ഡേറ്റ, GDP ഡേറ്റ, എക്കണോമിക് സെൻറ്റിമെൻറ്റ്സ് ഡേറ്റ എല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഓവർനൈറ്റ് പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യുമ്പോൾ ഈ ഡേറ്റാസ് എല്ലാം തന്നെ നോക്കി വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ. ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കുമ്പോൾ നിഫ്റ്റി സ്പോട്ട് 21,782 22,000 കാണാം. ഹയർ ബാർ റെഡ് കളർ കാണാം. കോൾ ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. 21,500 ഗ്രീൻ ബാറ് വലുതുള്ളത്, അത് പുട്ട് ഷോർട്ട് ചെയ്ത ആളുകളെ സൂചിപ്പിക്കുന്നു. മാർക്കറ്റിനെ സപ്പോർട്ടായിട്ട് ആ ഒരു ഗ്രീൻ ബാറും റെസിസ്റ്റൻസായിട്ട് ആ ഒരു റെഡ് ബാറും, ഉയർന്ന റെഡ് ബാറും ഗ്രീൻ ബാറും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസായിട്ട് ആക്ട് ചെയ്തേക്കാം. PCR 0.8 എന്ന നിലയിലാണ്. ബാങ്ക് നിഫ്റ്റി സ്പോട്ട് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതാണ്. സ്പോട്ട് 45,634 46,000 ഹയർ റെസിസ്റ്റൻസ് ഉള്ളത്. ആ ഒരു വലിയ ഒരു റെഡ് ബാറ് കാണാം. 45,000 ഉയർന്ന ഒരു ഗ്രീൻ ബാർ ഉള്ളത്. അത് ഗ്രീൻ ബാറ് സപ്പോർട്ട്, റെഡ് ബാറ് റെസിസ്റ്റൻസ്. പുട്ട് ആൻഡ് കോൾ ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. ഇതിനെ നമ്മൾ PCR എന്ന് പറയുന്നു. PCR 0.9 ആണ്. ഇനി നമുക്ക് FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ 66% അവർ ഷോർട്ട് പൊസിഷൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. ലോങ് പൊസിഷൻ 34% ഉള്ളത്. ഇന്ന് മാർക്കറ്റിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് $2,025 പെർ ഔൺസ്. അതിന് തൊട്ട് താഴെയുള്ളതെല്ലാം തന്നെ ഏഷ്യൻ മാർക്കറ്റാണ്, ഷാങ്ഹായ് ഉൾപ്പെടെ. അപ്പോൾ ലൂണാർ ഹോളിഡേ ആണ് സിംഗപ്പൂർ, മലേഷ്യ, ആ ഒരു പ്രവിശ്യയിൽ. അതുകൊണ്ട് ഭാഗികമായിട്ട് അവധിയാണ്. എങ്കിലും ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റ് പൊതുവെ പോസിറ്റീവാണ്. ഡോ ഫ്യൂച്ചർ കാണാം ഏറ്റവും താഴേന്ന് മൂന്നാമത്. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ദിവസം ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഗ്ലോബൽ മാർക്കറ്റുകളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ പ്രസക്തി എന്താണെന്ന് കഴിഞ്ഞ ശനിയാഴ്ച ദിവസം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ വാച്ച് ചെയ്യാം. ഇനി മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ന് പ്രധാനമായിട്ടും ഫെബ്രുവരി 12 600ഓളം 480 കമ്പനികളുടെ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്ന ഒരു ദിവസമാണ്. കോൾ ഇന്ത്യ, ഭാരത് ഫോർജ്, ഓൾ കാർഗോ ലോജിസ്റ്റിക്, അനുപം രസായൻ, BLS ഇ സർവീസ്, സേറ സാനിറ്ററി, ദിലീപ് ബിൽഡ്കോൺ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ്, HEJ, കൃഷ്ണ ഡയഗ്നോസ്റ്റിക്, മസ്ഡോൺ, ഡോക് ഷിപ്പ് ബിൽഡേഴ്സ്, NHPC, സെയില്, സ്കിപ്പേഴ്സ് തുടങ്ങിയ കമ്പനീസാണോ പ്രധാനമായിട്ടും ഈ ഒരു നിലയിലുള്ളത്. പക്ഷെ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ
ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് വരുന്ന ഒരു ദിവസമാണ്. ഇനി നമുക്ക് സ്റ്റോക്ക് ന്യൂസിലേക്ക് പോകാം. IPOയിലേക്ക് വരുമ്പോൾ പാർക്ക് ഹോട്ടൽ അവർ ഇന്ന് NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യും. 155 രൂപയായിരുന്നു പ്രൈസ് ഉണ്ടായിരുന്നത്. ONGC കമ്പനി സർക്കാർ ഉടമസ്ഥതയിലുള്ള, സർക്കാരിന് പങ്കാളിത്തമുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയാണ്. അവരുടെ നെറ്റ് പ്രോഫിറ്റ് 9,536 കോടി രൂപ വന്നിട്ടുണ്ട്. 13% ഇയർ ഓൺ ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ കുറവാണുള്ളത്. ഓറോ ബിൻഡോ ഫാർമ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 936 കോടി രൂപയാണ്. 90% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തി. ഡിവിസ് ലാബ് കമ്പനി 358 കോടി രൂപ അറ്റാദായം, 17% അറ്റാദായത്തിൽ വർധനവ് കണ്ടു. ബന്ധൻ ബാങ്ക് 291 കോടി രൂപയിൽ നിന്ന് 730 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി. പേടിഎം RBIയുടെ റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് ഈ ഒരു പീരീഡിൽ 10% അവരുടെ ട്രാൻസാക്ഷൻ കുറഞ്ഞിട്ടുണ്ട്. ജിൻഡാൽ സ്റ്റൈൽ കമ്പനി MSME ടെക്നോളജി സെൻ്ററായിട്ട് ഡിഫൻസ് സെക്ടറിലുള്ള പുതിയ ഒരു ജോയിൻറ്റ് വെഞ്ചർ കരാറ് കമ്പനി ഏർപ്പെട്ടു. എൽഗി റബ്ബർ കമ്പനി അവരുടെ പ്ലാന്റിൻ്റെ എക്സ്പാൻഷൻ ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. എവറസ്റ്റ് കാൻഡോ സിലിണ്ടർ കമ്പനി 17 കോടി രൂപയിൽ നിന്നും 36 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തിയിട്ടുണ്ട്. ഹീറോ മോട്ടോ കോർപ്പ് 711 കോടി രൂപയിൽ നിന്ന് 1074 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തിയിട്ടുണ്ട്. ഹൊനാസ കൺസ്യൂമർ കമ്പനി മാമാഅർത്ത് എന്ന് പറയുന്ന കുട്ടികളുടെ എല്ലാം തന്നെ പ്രൊഡക്റ്റ് നെറ്റ് പ്രോഫിറ്റ് അവർ 7 കോടി രൂപയിൽ നിന്ന് 25 കോടി രൂപയിലേക്ക് വരും അറ്റാദായം ഉയർത്തി. ഒരുപാട് കമ്പനീസിൻ്റെ IPOs ഉണ്ട്. കമ്പനികൾ ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നുണ്ട്. അത് ഏതൊക്കെ ദിവസമാണ് ഡിവിഡൻഡ്, എത്ര രൂപയാണ് ഡിവിഡൻഡ്, അതുപോലെ തന്നെ ഇനിയും റിസൾട്ടുകളുണ്ട്. അതെല്ലാം നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിൽ ലഭ്യമാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. മൊബൈലിലെല്ലാം തന്നെ നമുക്ക് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. അതെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തുക. വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ടുള്ള മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. എല്ലാവർക്കും ശുഭദിനം.